ശബരിമലയിൽ ഇന്നുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളുടെയും ഈ പ്രയാസങ്ങളുടെയും ഒക്കെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ശബരിമലയിലേക്ക് കയറിപ്പോയി അയ്യപ്പൻ ഇരിക്കുന്നത് അവിടെയാണോ എന്ന് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും വിശ്വാസമില്ലാത്തൊരു ഭരണകൂടവും ഭരിക്കുന്നതുകൊണ്ടാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി ഈ LDF സർക്കാർ വന്നതിന് ശേഷം, പിണറായി സർക്കാർ വന്നതിന് ശേഷം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ ആഴത്തിൽ മുറിവ് ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ഞാനടക്കമുള്ള അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശബരിമലയിൽ ഉണ്ടായി. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട്, അത് കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാദം കൂടി. ഇതിൽ വളരെ കാര്യങ്ങൾ വ്യക്തമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൻ്റെയും അർത്ഥമേ ഇല്ല. കാരണം എന്താ, ശബരിമലയിൽ സ്വർണ്ണപ്പാളി കൊണ്ട് നേരത്തെ വിജയ് മല്യയുടെ സമയത്ത് 99 വിജയ് മല്യ ചെയ്ത സ്വർണ്ണപ്പാളി കാണാതെ പോയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. 4-4.25 കിലോ സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. അത് എങ്ങനെ അങ്ങനെയാണ് ആദ്യം അത് വന്നത്. 4.5 കിലോ വ്യത്യാസമുണ്ട് തൂക്കത്തിൽ എന്ന കാര്യമാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനടക്കം പറയുന്നത് അങ്ങനെ 99 സ്വർണം പൊതിഞ്ഞ ഒരു കാര്യമാണ് 2019 അവിടേക്ക് വന്നത് എങ്കിൽ അതിൽ സ്വർണത്തിന്റെ തരിമ്പെങ്കിലും ഉണ്ടാവേണ്ടതാണ്. അത്ര വലിയ ഒരു ഡിപ്രിസിയേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇത് പക്ഷെ അവർക്ക് കിട്ടിയത് ചെമ്പ് പാളികൾ മാത്രമാണ്. 2019 അവിടെ വന്നത് ചെമ്പ് പാളികളാണ്. അവിടെ നിന്ന് കൊണ്ടുപോയി 39 ദിവസത്തിന് ശേഷം അവിടെ വന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണാംശമുള്ള കാര്യമല്ല, പകരം വെറും ചെമ്പാണ് എന്നുള്ളതാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ 4.5 കിലോയൊക്കെ പഴയ കഥ അതില്ല, അതിന് പകരം പുതിയതാണ് വന്നത്. ഞാൻ മാധുവിലേക്ക് വരാം. ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ നമ്മളാരും കുറ്റവിമുക്തരാക്കിയിട്ടില്ലല്ലോ. ഈ സമയത്ത് അന്വേഷണം നടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒരു ആർഗ്യുമെന്റ്, അവരുടെ ഒരു ന്യായീകരണം നമുക്ക് ഒരു മുഖവിലക്കെടുക്കാൻ സാധിക്കുന്ന അന്തരീക്ഷമല്ല ഇന്ന് ഉള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ, ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി അടർത്തിക്കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ്. അടർത്തിക്കൊണ്ടുപോയതിനു ശേഷം 40 ദിവസത്തോളം ബാംഗ്ലൂരിൽ അദ്ദേഹം അത് സൂക്ഷിച്ചു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് പുറത്തു വരുന്ന വിവരം. ആ സമയം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്? ആ സമയം സമാനമായിട്ടുള്ള മറ്റൊരു സംവിധാനം ഹൈദരാബാദിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് മാധ്യമ വാർത്ത മനസ്സിലാകുന്നത്. അപ്പോൾ വളരെ ആലോചിച്ചുറപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസി, ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട്. അയ്യപ്പൻ്റെ മുതൽ അടിച്ചു മാറ്റാനുള്ള, സ്വർണം അടിച്ചു മാറ്റാനുള്ള ഒരു വലിയ ഗൂഢാലോചന. അത് ദേവസ്വം ബോർഡ് അറിയാൻ നടക്കില്ല. കാരണം ഈ സ്പോൺസർ എന്ന് പറയുന്ന ആളുടെ കയ്യിലേക്ക് ഈ സാധനം എടുത്തു കൊടുക്കാൻ നിയമപരമായിട്ടുള്ള ഒരു അംഗീകാരവും ഒരു അവകാശവും ദേവസ്വം ബോർഡിനില്ല. ദേവസ്വം ബോർഡ് ദേവസ്വം മാനുവൽ അനുസരിച്ച് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടത് ക്ഷേത്രത്തിന്റെ പ്രമേസസിലായിരിക്കണം. ആ ക്ഷേത്രത്തിന്റെ പ്രമേസസിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആളോട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എത്രയോ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അവിടെ എല്ലാം ഇത് അഴിച്ചെടുത്ത് കൊണ്ടിട്ടാണോ ചെയ്യുന്നത്? അല്ല. അപ്പൊ ഇത് ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പ്രമേസസിൽ തന്നെ വെച്ചിട്ടാണ്. അത് വ്രതശുദ്ധിയോടുകൂടി അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഇത് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറയുമ്പോൾ അയാളെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഇത് അഴിച്ചെടുത്ത് കൊടുത്തത്? എങ്ങനെയാണ് 40 ദിവസം അദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ കഴിഞ്ഞത്? അതെങ്ങനെയാണ് കച്ചവട ചരക്കാക്കി മാറ്റാൻ കഴിഞ്ഞത്? അദ്ദേഹത്തിന് പരിചയമുള്ള വൻ വ്യവസായികളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പിരിവെടുക്കാൻ എങ്ങനെ സാധിച്ചു? ഇതൊക്കെ വലിയ ചോദ്യങ്ങളായിട്ട് ഉയരുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ശബരിമലയിൽ ഇന്നുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളുടെയും ഈ പ്രയാസങ്ങളുടെയും ഒക്കെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ശബരിമലയിലേക്ക് കയറിപ്പോയി അയ്യപ്പൻ ഇരിക്കുന്നത് അവിടെയാണോ എന്ന് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും വിശ്വാസമില്ലാത്തൊരു ഭരണകൂടവും ഭരിക്കുന്നതുകൊണ്ടാണ്. ഈ ദേവസ്വം ഭരിക്കുന്ന മന്ത്രിക്കോ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കോ ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടും ഇനി ആരൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്താലും പിണറായി വിജയൻ അയ്യപ്പ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഭരണഘടനാപരമായ അധികാരത്തിലേറിയ ആളുകൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമില്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി നടക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് നാട്ടിലുള്ള മുഴുവൻ മതങ്ങളിലും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ മറ്റുള്ള മതങ്ങളിൽ ഇടപെടുന്നതോ മറ്റുള്ള മതങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കാനോ അതിൽ ഡെവലപ്മെന്റ് നടത്താനോ പറ്റില്ലല്ലോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, കാര്യക്ഷമതയോടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയല്ല മാധു. മറ്റ് ഒരു മതവിശ്വാസത്തിന്റെ കാര്യത്തിലും ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുന്നില്ലല്ലോ. ഇവിടെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നുണ്ട്. ദേവസ്വത്തിന്റെ കൺട്രോളാണ് ക്ഷേത്രങ്ങളിൽ. ദേവസ്വത്തിന്റെ മന്ത്രിയുണ്ട്. ആ ദേവസ്വം മന്ത്രിയുടെ കീഴിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി പോകുന്നു. മുഖ്യമന്ത്രി വിശ്വാസിയല്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ ശബരിമല ആചാരരംഗത്തിന് വേണ്ടി അവർ പരിശ്രമിച്ചത്.
ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വാസമില്ലായ്മയും ദേവസ്വം മന്ത്രിയുടെ വിശ്വാസമില്ലായ്മയും തീർച്ചയായിട്ടും ശബരിമലയുടെ അനാചാരം വർദ്ധിക്കാൻ വേണ്ടി ഇടതുപക്ഷ ഭരണകൂടത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. അതിപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് വരികയാണ്. അതല്ലെങ്കിൽ വിശ്വാസമുള്ളയാളാണെങ്കിൽ ശബരിമലയിലെ ഈ തിരുവാഭരണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്വർണമോ മുതലോ ഒക്കെ അയ്യപ്പന്റെ മുതൽ അടിച്ചു കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് മൗനമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇത് നടന്നിട്ടും എന്തേ ഇവരെ ശ്രദ്ധയിൽപ്പെടാതെ പോയത്? അപ്പോൾ അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇവർക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല, അവിടെ ശ്രദ്ധയില്ല. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ മാത്രമാണ് ശ്രദ്ധയുള്ളത്. അതിന് ശബരിമലയെ ഒരു ബിസിനസ് കേന്ദ്രമാക്കി പരിവർത്തനപ്പെടുത്താനുള്ള അതിന് മാത്രമുള്ള താല്പര്യം മാത്രമേ സർക്കാരിനുള്ളൂ. അതിലപ്പുറം വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കാനോ ശബരിമലയുടെ താല്പര്യം സംരക്ഷിക്കാനോ മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷ ഭരണകൂടത്തിനോ യാതൊരു താല്പര്യവുമില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതിൽ പ്രധാനമാണ് വിശ്വാസവും. വിശ്വാസമില്ലാത്ത ആളുകൾ ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാ മതവിശ്വാസങ്ങളെയും ആദരിക്കും. ഇവിടെ അങ്ങനെയല്ല, എല്ലാ മതവിശ്വാസങ്ങളെയും പുച്ഛിച്ച് കളയുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവും ഇരിക്കുകയാണ്. അതിപ്പോ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും ഒന്നുമില്ല. ഏത് മതവിശ്വാസിയെയും പുച്ഛിച്ച് തള്ളുകയും ആ മതചിഹ്നങ്ങളെ പുച്ഛിച്ച് തള്ളുകയും അവരെ ആക്ഷേപിക്കുകയും കാര്യം പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ നില ഇല്ല, അത് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. പക്ഷേ ഈ പറയുന്ന വിശ്വാസമില്ലാത്ത ആളുകൾ നാട്ടിൽ ഭരണം നടത്തരുത് എന്നൊന്ന് പറയുന്നതിൽ അതിന് ഭരണഘടനാപരമായ പിന്തുണയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറയാൻ കാര്യം ഞാൻ പറഞ്ഞു. ഭരണം നടത്തുമ്പോൾ വകുപ്പുകളൊക്കെ നടത്തുകയും മുഖ്യമന്ത്രി മാധു, ഞാൻ പറയാത്ത കാര്യങ്ങൾ ഒരു സെക്കൻഡ് അല്ല മാധു, ഒരു സെക്കൻഡ്. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നതിന്റെ വായിലേക്ക് തിരികണ്ട. ഞാൻ പറഞ്ഞത് എന്താ? വിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സംഘവും ഭരിക്കുന്ന സമയത്ത് ശബരിമലയോട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു, അനാചാരങ്ങൾ വർദ്ധിച്ചു, അല്ലെങ്കിൽ ശബരിമലയെ തകർക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളത് ഈ ഒരു വിഷയം കൊണ്ട് മാത്രമല്ലല്ലോ, വർഷങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പകൽ പോലെ വ്യക്തമാണ്. അത്രേ ഉള്ളൂ. ശരി, ഓക്കെ.